ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ബ്ലഡ് കൂടെ വരാം. ഫോർ എക്സാമ്പിൾ ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സൈനസുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഫ്രോണ്ടൽ സൈനസ് അല്ലെങ്കിൽ എത്മോയിഡ് സൈനസിൻ്റെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ബ്രെയിനിലേക്ക് നേരിട്ട് പടരാനുള്ള സാധ്യതകളുണ്ട്. മെനിഞ്ചോ എൻകഫലൈറ്റിസ് ബൈ അമീബ ഇസ് ഓൾസോ ആ ഒരു രീതിയിൽ കൂടിയാണ് പടരുന്നത്. അതായത് നമ്മളുടെ മൂക്കിൽ കൂടെ വന്ന് മൂക്കിൽ നിന്ന് അത് മെനിഞ്ചസിലേക്ക് പടർന്ന് അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ള ഒരു ഡിസീസ് നമുക്ക് ഈ മെനിഞ്ചൈറ്റിസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് വൺ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഇപ്പോൾ മെനിഞ്ചൈറ്റിസിലെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഫോമാണ് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്. കാരണം അത് സാധാരണ നമ്മുടെ ആൻറ്റി അമീബ മെഷേഴ്സ് കൊണ്ട് നമുക്ക് തുരത്താൻ പറ്റില്ല. അതിനുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മെഡിസിൻസ് നമുക്കില്ല. അപ്പോൾ അത് കാരണമാണ് അതിനെ കുറച്ചും കൂടി മാരകമായിട്ട് നമ്മൾ പറയുന്നത്. ബാക്കി എല്ലാ മെനിഞ്ചൈറ്റിസും മാരകമാണ്. ഫോർ എക്സാമ്പിൾ വൈറൽ മെനിഞ്ചൈറ്റിസ് അത്ര മാരകമല്ല, സെൽഫ് ലിമിറ്റിംഗ് ആണ്. ആ സാധാരണ നമുക്ക് വൈറൽ ഫീവർ വരുന്ന പോലെ അത് ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. വൈറൽ എൻകഫലൈറ്റിസ് ചിലപ്പോൾ അതുപോലെയല്ല. അത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അത് പല ഭാഗങ്ങളിലും അത് എഫക്റ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെർപ്പസ് സിംപ്ലെക്സ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത് ടെമ്പർ ലോബ്സിൽ വന്ന അത് ഓർമ്മക്കുറവ്, മറി, ഫിറ്റ്സ് ഇതെല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ എമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഇസ് ബേസിക്കലി ഒരു ടോക്സിക് കൈൻഡ് ഓഫ് മെനിഞ്ചൈറ്റിസ്. അത് നമുക്ക് ഇപ്പോഴത്തെ മെഡിസിൻസ് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഇതില്ല.